ഗുഡ് മോർണിംഗ്. ഈ വർഷത്തെ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി നമ്മൾ തുടങ്ങി കഴിഞ്ഞു. കെമിസ്ട്രിയുടെ 1-2 ക്ലാസ്സുകൾ നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ക്ലാസ് കെമിസ്ട്രിയുടെ +2-ലെ 3ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ കെമിസ്ട്രിയെ കുറിച്ചാണ്. ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി which deals with the study of interrelationship between electrical energy and chemical energy. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ബോർഡിൽ കണ്ടു ഇലക്ട്രോ കെമിസ്ട്രി എന്ന് ആ പേര് കാണുമ്പോൾ തന്നെ അറിയാം, 2 തരം എനർജി തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജി, കെമിക്കൽ എനർജി. അപ്പോൾ ഇതിൽ ഇന്നർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരാളെ മറ്റൊരാളായിട്ട് മാറ്റാനും അതുപോലെ രണ്ടാമത്തെ ആളെ തിരിച്ച് ആദ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും പറ്റും. സോ ഇത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൽ ഇലക്ട്രിക്കൽ എനർജിയെ എങ്ങനെ കെമിക്കൽ എനർജി ആക്കി മാറ്റാം, അതുപോലെ കെമിക്കൽ എനർജിയെ എങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാം, ഈ 2 കാര്യങ്ങളെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലാദ്യം നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കൺവേർഷനാണ് ആദ്യം നമ്മൾ തുടങ്ങാൻ പോകുന്നത്. കെമിക്കൽ എനർജിയെ എങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദി ഇന്റർ കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് കെമിക്കൽ എനർജി. സോ ഇത് നമ്മൾ ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒത്തിരി സംവിധാനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയറാണ്. എല്ലാവരുടെയും വീട്ടിൽ ടോയ്സ് ഉണ്ടാവും, കളിപ്പാട്ടങ്ങൾ, അതുപോലെ വീട്ടിൽ റിമോട്ട് എല്ലാവർക്കും വളരെ ഫെമിലിയറാണ്. ടോയ്സ് ഇപ്പോൾ മുതിർന്ന ആൾക്കാരായതുകൊണ്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി റിമോട്ട് എല്ലാ വീട്ടിലും അവൈലബിൾ ആണ്. റിമോട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ റിമോട്ടിനകത്ത് സെല്ല് അഥവാ ബാറ്ററി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ റിമോട്ടിനകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററി, ആ ബാറ്ററിയുടെ ഉള്ളിൽ എല്ലാവർക്കും അറിയാം കുറേ കെമിക്കൽസ് ആണ്. ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് പേരൊന്നും പറയാൻ അറിയത്തില്ലെങ്കിൽ കൂടി ആ ബാറ്ററിയുടെ ഉള്ളിൽ ഓൾമോസ്റ്റ് കെമിക്കൽസ് ആണ്. ആ കെമിക്കൽസ് ഉള്ള ബാറ്ററി നമ്മൾ ആ റിമോട്ടിലേക്ക് ഇടുമ്പോൾ ആ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഫംഗ്ഷനിങ്, അതിൻ്റെ ചാനൽ മാറ്റാനും മറ്റുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ആ ആക്ടിവിറ്റീസ് നടക്കണമെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി വേണം. അപ്പോൾ അങ്ങനെ ഇലക്ട്രിസിറ്റി ആ കെമിക്കൽസിൽ നിന്ന് ആ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ടോയ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ കടയിൽ നിന്ന് ബാറ്ററി വാങ്ങി ടോയ്സിനകത്ത് കഴിഞ്ഞാൽ ടോയ്സിൽ ലൈറ്റ് എത്തും, അതുപോലെ ടോയ്സിനകത്ത് സൗണ്ടുകൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. ലൈറ്റ് എത്തണമെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി വേണമെന്ന് അറിയാം. അപ്പോൾ ആ ടോയ്സിൽ നമ്മൾ ഉപയോഗിച്ച ആ കെമിക്കൽസിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് +1 ഒരു ചെറിയ പോർഷൻ നമുക്കൊന്ന് ഓർമ്മിക്കുന്നു. +1 എല്ലാവരും വളരെ ഫെമിലിയർ ആയിരുന്നു. +1 നമുക്ക് ആകെ പഠിക്കാനുള്ള 2 ടെക്സ്റ്റ് ആയിരുന്നു. അതിൽ സെക്കൻഡ് ടെക്സ്റ്റിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് റിഡോക്സ് റിയാക്ഷൻ എന്നാണ്. അപ്പോൾ ആ റിഡോക്സ് റിയാക്ഷനെ കുറിച്ച് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ. എന്താണ് റിഡോക്സ് റിയാക്ഷൻ? റിഡോക്സ് എന്ന പേര് കേൾക്കുമ്പോഴറിയാം, റിഡോക്സിൽ 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഓക്സിഡേഷനും രണ്ടാമത്തേത് റിഡക്ഷനുമാണ്. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇപ്പോൾ ഓക്സിഡേഷന് നമ്മുടെ പേര് പോലെ തന്നെ ഒത്തിരി ഡെഫിനിഷൻസ്, ക്ലാസിക്കൽ കൺസെപ്റ്റും മോഡേൺ കൺസെപ്റ്റും ഇലക്ട്രോണിക് കൺസെപ്റ്റും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന് നമുക്ക് ആവശ്യമുള്ള 2 കൺസെപ്റ്റുകൾ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ. അതുപോലെ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ്. ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. Oxidation is the process of losing or removal of electron, and the reduction is the process of gaining of electron. ഇത് രണ്ടും എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഇനി മറ്റൊരു ഡെഫിനിഷൻ കൂടി. നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ +1 ആദ്യമായിട്ട് പഠിച്ചായിരുന്നു. ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ്. ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് അനുസരിച്ച് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ അതിനെ നമുക്ക് ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. അതുപോലെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്താൽ നമുക്ക് അതിന് റിഡക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ 2 ആശയങ്ങളാണ് നമ്മൾ ഇന്ന് എങ്ങനെയാണ് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിൽ ആ റിയാക്ഷൻസ് നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഈ 2 ആശയങ്ങളാണ് നമുക്ക് ഓർമ്മിച്ച് വെക്കുന്നത്. ഒന്നുകൂടി, oxidation means
the removal of electrons or losing of electrons, and reduction is the gaining of electrons. അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റിലാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കും. അതുപോലെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് വിളിക്കും? റിഡക്ഷൻ എന്ന് വിളിക്കും. ഓൾ ടുഗദർ ഒരു റിയാക്ഷനിൽ ഇലക്ട്രോണിനെ ലൂസ് ചെയ്തു മറ്റൊരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താൽ നമ്മൾ അതിനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കും. എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. ഓക്സിഡേഷന് വിധേയമാകുന്ന ആളെ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കും. A substance which undergo oxidation is called reducing agent, and any substance which undergo reduction is called oxidizing agent. Oxidizing agent. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഫെമിലിയർ ആണ്. അപ്പോൾ നമുക്കിതിലെ ജസ്റ്റ് ഒരു എക്സാമ്പിളിലേക്ക് പോകാം. നമ്മൾ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് എലമെന്റുകളാണ് സോഡിയവും ക്ലോറിൻ. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്. ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 281 എന്ന് പറയുന്ന കോൺഫിഗറേഷനിൽ ഒരു ഇലക്ട്രോണിനെ സോഡിയം സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രോണിനെ സോഡിയം ലൂസ് ചെയ്യും. സോഡിയം ലൂസസ് 1 ഇലക്ട്രോൺ. ആ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി ക്ലോറിൻ്റെ ആ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. 1 ഇലക്ട്രോൺ ഗെയിൻസ്. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയി സോഡിയം എന്ന് പറയുന്ന ആളും ക്ലോറിൻ എന്ന് പറയുന്ന ആളും തമ്മിൽ ഒരു ഇലക്ട്രോൺസിനെ കൈമാറ്റം ചെയ്യും. സോഡിയത്തിൽ നിന്ന് ക്ലോറിനിലേക്ക് ഒരു ഇലക്ട്രോൺ ചെയ്തിരിക്കുന്നു പോയി. അപ്പോൾ അങ്ങനെ ഇലക്ട്രോണിനെ സോഡിയം ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത പ്രോസസ്സിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. ക്ലോറിൻ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത പ്രോസസ്സിനെ നമുക്ക് റിഡക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സോഡിയവും ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്തപ്പോൾ അവിടെ ഒരു റിഡോക്സ് റിയാക്ഷൻ നടന്നു. സോഡിയം ക്ലോറിൻ തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ നടന്നു ഒരു റിഡോക്സ് റിയാക്ഷൻ നടന്നു. ഇനി എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ്. അപ്പോൾ നമ്മൾ ഈ ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. സോഡിയത്തിൽ നിന്ന് ക്ലോറിനിലേക്ക് ഒരു ഇലക്ട്രോൺ ഫ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സോഡിയത്തിൽ നിന്ന് ക്ലോറിനിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കറണ്ട് ഉണ്ടായി. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, ഫ്ലോ ഓഫ് ചാർജ്, കറണ്ട് ഉണ്ടായി നമുക്ക് മനസ്സിലായി. അപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ സൈമിൾട്ടേനിയസ് ആയിട്ട് നടത്തിയാൽ ഇലക്ട്രോണിന്റെ ഫ്ലോ നടക്കുമെന്നും ഇലക്ട്രോണിന്റെ ഫ്ലോ വന്നാൽ അവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുമെന്നും നിങ്ങൾക്ക് ഈ എക്സാമ്പിളിൽ മനസ്സിലായി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കം. എങ്ങനെയാണ് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരു റിഡോക്സ് റിയാക്ഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയെ എങ്ങനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു എന്നുള്ള ആശയമാണ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. അതിന് നമുക്കൊന്ന് ഇത്രയും നേരം കേട്ട കാര്യം ഒന്ന് സമപ്പ് ചെയ്യാം. നമ്മളിത് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രോ കെമിസ്ട്രിയാണ്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ പറയുന്ന പോലെ തന്നെ എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ നടത്തി ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് എങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്താം, ഈ രണ്ട് ആശയങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണിത് ഇലക്ട്രോ കെമിസ്ട്രി. ആ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നതെന്നാണ്. ഒരു റിഡോക്സ് റിയാക്ഷൻ നടക്കുമ്പോൾ ആ റിയാക്ഷൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കെമിക്കൽ എനർജി എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അത് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലസ് വണ്ണിലെ കുറച്ച് അറിവുകൾ നമുക്കൊന്ന് റീകാൾ ചെയ്യേണ്ടതുണ്ട്. ആ അറിവുകൾ ഇതൊക്കെയായിരുന്നു. റിഡോക്സ് റിയാക്ഷൻ്റെ ജസ്റ്റ് ഡെഫിനിഷനാണ്. എന്താണ് റിഡോക്സ് റിയാക്ഷൻ്റെ ഇലക്ട്രോണിക് കൺസെപ്റ്റ് പറയുന്നത്? ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് റിഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്ന ആൾക്ക് ഓക്സിഡേഷൻ സംഭവിക്കുമെന്നും അദ്ദേഹത്തെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന ആൾക്ക് റിഡക്ഷൻ സംഭവിക്കുമെന്നും ആ പ്രോസസ്സ് സംഭവിക്കുന്ന ആളിനെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ ആവശ്യം വരുന്നതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് നമ്മളൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ അവിടെ ഓക്സിഡേഷൻ നടന്നുവെന്നും ഏതെങ്കിലും എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്താൽ അവിടെ റിഡക്ഷൻ നടന്നെന്നും നമ്മൾ പറയും. ഇത് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ എക്സാമ്പിളിന് വേണ്ടി നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് എലിമെന്റുകളെ നമ്മൾ കൺസിഡർ ചെയ്തു. സോഡിയം ആൻഡ് ക്ലോറിൻ. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11, ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി.
നമ്മൾ അതിൻ്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ സോഡിയം ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നു, ക്ലോറിൻ ആ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു മനസ്സിലായി. ഇങ്ങനെ രണ്ടാൾക്കാർ, ഒരാൾ ഇലക്ട്രോണിനെ ലൂസ് ചെയ്തു, മറ്റേ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു. അപ്പോൾ ഈ രണ്ടുപേരും തമ്മിൽ ഒരു ഇലക്ട്രോണിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കും സോഡിയത്തിൽ നിന്ന് ക്ലോറിനിലേക്ക്. അപ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നടന്നു കഴിഞ്ഞാൽ അവിടെ കറണ്ട് ഉണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഒരു റിഡോസ് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് നമുക്ക് ഈ സിമ്പിൾ എക്സാമ്പിളിൽ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലേക്കാണ് പോകുന്നത്. റിഡോസ് റിയാക്ഷനെ കുറിച്ചുള്ള ഡെഫിനിഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ ഇന്ന് നമ്മൾ ആ റിഡോസ് റിയാക്ഷനിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നത് നമ്മുടെ സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പ്ലസ് വണ്ണിൽ പഠിച്ച ഒരു ചെറിയ കൺസെപ്റ്റ് കൂടി നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ കൺസെപ്റ്റ് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. ഒരു ബീക്കറിൽ നമ്മളന്ന് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മളൊരു സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചു. സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റ് ഡിപ്പ് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. അന്ന് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും, ആദേശ രാസപ്രവർത്തനം നടക്കും എന്നൊക്കെയാണ് പഠിച്ചത്. അതായത് സിങ്കിന് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. ഇപ്പോൾ സിങ്ക് കോപ്പറിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ചെയ്ത് ഡിസ്പ്ലേസ് ചെയ്ത് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ സിങ്ക് കോപ്പറിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ചെയ്ത് ഡിസ്പ്ലേസ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മളൊന്ന് എഴുതാൻ പോവാണ്. Zn എന്ന് പറയുന്ന ആൾ Zn 2+ ആയിട്ട് മാറും. പ്ലസ് 2 ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്ത് Cu2+ എന്ന് പറയുന്ന സൊല്യൂഷനിലെ അയോൺസ് ആ 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് Cu ആയിട്ട് മാറും. അപ്പോൾ നമ്മളൊരു ഓവറോൾ റിയാക്ഷൻ ആണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ Zn plus CuSO4 gives ZnSO4 plus Cu. ഇപ്പോൾ സിങ്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചപ്പോൾ സിങ്ക് സൾഫേറ്റും കോപ്പറുമായിട്ട് മാറും. എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു കോപ്പർ സൾഫേറ്റിന്റെ നീല നിറം അപ്രത്യക്ഷമാവും അല്ലെങ്കിൽ നീല നിറം ഫെയ്ഡ് ആവും എന്നൊക്കെ പറഞ്ഞു. കാരണം ചോദിച്ചപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഒക്കെ പറഞ്ഞു. ഇനി എല്ലാ ആൾക്കാരെയും അവരുടെ സൊല്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാർക്ക് റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാരെ അവരുടെ സൊല്യൂഷൻസിൽ എന്ത് ചെയ്യാം, ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നമ്മളത് പഠിച്ചപ്പോൾ ഈ ബീക്കറിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഈ ബീക്കറിൽ തന്നെ സിങ്കിന് എന്ത് സംഭവിച്ചു, ഓക്സിഡേഷൻ സംഭവിച്ചു. സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു, കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചു. അപ്പോൾ ഈ ഒരൊറ്റ ബീക്കറിൽ തന്നെ റിഡോക്സ് റിയാക്ഷൻ ആണ്. ഈ ഒറ്റ ബീക്കറിൽ തന്നെ റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു റിഡോക്സ് റിയാക്ഷൻ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ നമുക്ക് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ 2 സയന്റിസ്റ്റുകൾ, അതിൽ ഒന്നാമത്തെ ആളുടെ പേര് അലക്സാൻഡ്രോ വോൾട്ട, രണ്ടാമത്തെ ആളുടെ പേര് ലൂയി ഗാൽവനി. ചില പുസ്തകങ്ങളിൽ ലൂയി ഗാൽവനി എന്നുണ്ട്. അപ്പോൾ ലൂയി ഗാൽവനി എന്ന സയന്റിസ്റ്റും അലക്സാൻഡ്രോ വോൾട്ട എന്ന സയന്റിസ്റ്റും കൂടി ഡിസൈൻ ചെയ്ത ഒരു സെല്ലിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ സെല്ലിൽ നമ്മൾ ഈ ബോഡി കാണുന്നത് പോലെ തന്നെ റിഡോക്സ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ആ റിഡോക്സ് റിയാക്ഷനിൽ ഉണ്ടാകുന്ന എനർജി കൺവേർട്ട് ചെയ്ത് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറുന്നത്, അല്ലെങ്കിൽ ആ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഗാൽവനിക് സെല്ലിന്റെ ഡിസ്കഷൻ, ഗാൽവനിക് സെല്ലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗാൽവനിക് സെല്ല് പഠിക്കാൻ വേണ്ടി നമ്മൾ 2 ആൾക്കാർ ചേർന്നുണ്ടായ സെല്ലാണ് എക്സാമ്പിൾ എടുക്കുന്നത്. സിങ്ക് കോപ്പർ സെല്ലിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സിങ്ക് കോപ്പർ സെൽ. ആ സിങ്ക് കോപ്പർ സെല്ലില് ആദ്യത്തെ ബീക്കർ നമ്മൾ വരച്ചു. അതിന്റെ തൊട്ടപ്പുറത്തായി മറ്റൊരു ബീക്കർ നമ്മൾ വരച്ചു. 2 കമ്പാർട്ട്മെന്റിലായിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ ബീക്കറിൽ ഞാനൊരു സിങ്ക് റോഡ് വരച്ചു, സിങ്കിന്റെ ഒരു ദണ്ട് വരച്ചു. രണ്ടാമത്തെ ബീക്കറിൽ കോപ്പറിന്റെ ഒരു ദണ്ടാണ് വരയ്ക്കുന്നത്. നമ്മൾ അതിനെ ലേബിൾ ചെയ്തു. ഇത് കോപ്പർ റോഡാണ്, ഇത് സിങ്ക് റോഡാണ്. സിങ്കിന്റെ ഒരു ദണ്ട്, സിങ്ക് റോഡ്. ഓരോ റോഡും ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ സൊല്യൂഷൻസ്. സിങ്ക് റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലാണ്. സിങ്ക് സൾഫേറ്റ് ZnSO4 സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ റോഡും ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ.
CuSO4 എന്നാണ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഈ രണ്ട് സൊല്യൂഷൻസിനെ തമ്മിൽ, ഈ രണ്ട് മെറ്റാലിക് റോഡിനെയും തമ്മിൽ കണക്ട് ചെയ്ത്, ഈ രണ്ട് മെറ്റാലിക് റോഡിനെയും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു കോപ്പർ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കോപ്പർ വയറിൽ ഒരു വോൾട്ട് മീറ്റർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. വോൾട്ട് മീറ്റർ ഇല്ലെങ്കിൽ ഒരു ബൾബ് വെച്ചാലും മതി. അപ്പോൾ കറണ്ട് ഉണ്ടാകുന്ന ഇല്ലയോ ബൾബ് ഗ്ലോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ബൾബ് ഗ്ലോ ചെയ്താൽ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഒരു ബൾബ് ഇൻക്ലൂഡ് ചെയ്യുക, അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ നമ്മൾ ആ ഉൾപ്പെടുത്തി. ഇനി നമുക്കിവിടെ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത് നോക്കാം. സിങ്ക് എന്ന് പറയുന്ന ആൾക്ക്, Z എന്ന് പറയുന്ന ആൾക്ക് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്, 281 ആണ്. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്, 287 ആണ്. ഇപ്പൊ 281 ഉള്ളയാൾ ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ലൂസ് ചെയ്യും. അപ്പോൾ ആ 287 ഉള്ളയാൾ ആ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. അപ്പോൾ ഇതിൽ ആദ്യം നടക്കുന്ന റിയാക്ഷൻ, ആദ്യം അവസാനം ഒരു കമ്പാരിസൺ അല്ല, പഠിക്കാൻ വേണ്ടി ജസ്റ്റ് ചോദിക്കുകയാണ്. ആദ്യം നടക്കുന്ന റിയാക്ഷൻ എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ. കൊടുത്താലല്ലേ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. അപ്പോൾ റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാർ എപ്പോഴും ഓക്സിഡേഷനിൽ പങ്കെടുക്കും. റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാർ, താരതമ്യേന കുറഞ്ഞ ആൾക്കാർ റിഡക്ഷനിൽ പങ്കെടുക്കും. പഠിക്കാൻ വേണ്ടി ജസ്റ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നിങ്ങളുടെ +1 പഠിച്ച റിയാക്ടിവിറ്റി സീരീസ് ഒക്കെ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയുണ്ട്. റിയാക്ടിവിറ്റി സീരീസിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ റിയാക്ടിവിറ്റി കുറഞ്ഞു വരും. ലിഥിയത്തിൽ നിന്നാണ് നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലിഥിയം കഴിഞ്ഞ് കുറേ താഴെ മഗ്നീഷ്യം ഉണ്ട്, അതിന് കുറേ താഴെ സിങ്ക് ഉണ്ട്, അതിന് കുറേ താഴെ ഹൈഡ്രജൻ, അതിന് താഴെയാണ് കോപ്പർ. അപ്പോൾ നമുക്ക് ഈ ഒരു സെല്ലിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ആ 3 എലമെന്റുകളുടെ മാത്രം പൊസിഷൻ, റിയാക്ടിവിറ്റി സീരീസിലെ പൊസിഷൻ ഈ ബോർഡിലേക്ക് ഒന്ന് വരയ്ക്കാം. 3 എലമെന്റുകൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ ആള് സിങ്ക്, അത് കഴിഞ്ഞ് ഹൈഡ്രജൻ, അത് കഴിഞ്ഞ് കോപ്പർ. റിയാക്ടിവിറ്റി സീരീസാണ് ഈ വരച്ചേക്കുന്നത്. റിയാക്ടിവിറ്റി സീരീസിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന, റിയാക്ടിവിറ്റി കൂടി കൂടി വരുന്ന ക്രമത്തിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടി വരുന്ന ക്രമത്തിൽ എലമെന്റുകളെ അറേഞ്ച് ചെയ്തേക്കുന്ന ശ്രേണിയാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടി വരുന്നത്. അപ്പോൾ ചില ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യൽ എന്ന വാക്കിൻ്റെ മീനിങ് ടെൻഡൻസി എന്നാണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ടെൻഡൻസി. ടെൻഡൻസി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രവണത. ഇപ്പം നമ്മൾ ഒരാൾ നന്നായിട്ട് പാട്ട് പാടുകയാണെങ്കിൽ നമുക്ക് അയാൾക്ക് കാണുമ്പോൾ നല്ല പാട്ടാണ്, അപ്പോൾ നല്ല ഈണത്തിലാണ് പാട്ട് പാടുന്നതെങ്കിൽ നമ്മൾ പറയും ഇദ്ദേഹം ഭാവിയിൽ ഒരു ഗായകനാകും, നല്ലൊരു ഗായകനാകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എന്ന വാക്കാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കെമിസ്ട്രിയിൽ നമ്മൾ ഇന്ന് പഠിച്ച ചാപ്റ്ററിൽ റിഡോക്സ് റിയാക്ഷൻ എന്ന പേരാണ് ഞാൻ ഉപയോഗിച്ചത്. അതിനെ രണ്ടായിട്ട് നമ്മൾ കുറിച്ചു, ഓക്സിഡേഷനും റിഡക്ഷനും. ഓക്സിഡേഷൻ നടത്താൻ താല്പര്യമുള്ള ആൾക്കാരെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, റിഡക്ഷൻ നടത്താനുള്ള താല്പര്യത്തെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് വേണേൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആൻഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അതിൽ റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ റിയാക്ടിവിറ്റി സീരീസ് പറയുന്നത്. ഞാൻ ഈ ബോർഡിൽ മുകളിൽ താഴേക്ക് എഴുതിയിരിക്കുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇതിൻ്റെ നേർക്കൊന്ന് എഴുതാം. ഓരോ എലമെൻറ്റിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ അതാത് എലമെൻറ്റിന് നേർക്കൊന്ന് എഴുതാം. ഇപ്പം ഈ ബോർഡിൽ കാണുന്ന ആൾക്കാർക്ക് അതിൻ്റെ വാല്യൂസ് നോക്കുമ്പോൾ തന്നെ അറിയാം. സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ -0.76 വോൾട്ടാണ്. ഹൈഡ്രജൻ്റെ 0 വോൾട്ടാണ്. നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ 0 വോൾട്ട് ആകുന്നത്. കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ +0.34 വോൾട്ടാണ്. അപ്പോൾ ഈ വാല്യൂ കാണുന്നത് എന്തെന്നറിയാം, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയാൽ ഇതിലാരാണ്, ഇതിലേതാണ് കൂടിയ സംഖ്യ? +0.34 ആണ്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയാൽ, റിഡക്ഷൻ നടത്താനുള്ള ടെൻഡൻസി, റിഡക്ഷൻ നടത്താനുള്ള പ്രവണത കൂടിയാൽ കോപ്പറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിഡക്ഷൻ നടത്താനുള്ള പ്രവണത കുറവാർക്കായിരിക്കും? സിങ്കിനായിരിക്കും. റിഡക്ഷൻ നടത്താനുള്ള പ്രവണത കുറവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം നമുക്കത് തിരിച്ച് ഓക്സിഡേഷൻ നടത്താനുള്ള പ്രവണത കൂടുതലെന്ന് പറഞ്ഞില്ല. നമ്മൾ തന്നെ വളരെ പലപ്പോഴും ഒരാശയം പറയാനായിട്ട് 2 തരം സെൻറ്റൻസ് ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, നമ്മളെ ഈ ഹാളിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സിൽ ഒട്ടും ചൂടില്ലാന്ന് വിചാരിക്കും. നമ്മൾ വെളിയിറങ്ങി പറയുന്നത് ഈ ക്ലാസ്സിൽ നല്ല തണുപ്പായിരുന്നു എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ഒട്ടും ചൂടില്ല എന്നുള്ള ആശയം നമ്മൾ പറയാൻ വേണ്ടി നല്ല തണുപ്പായിരുന്നു എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിച്ചത്. അതുപോലെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ് എന്നുള്ള വാചകത്തിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ് എന്നുള്ള സെൻറ്റൻസ് ഉപയോഗിക്കാം. അപ്പം ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം.
ഈ ഒരു റിയാക്ടിവിറ്റി സീരീസിൻ്റെ ചെറിയൊരു പാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് 3 എലമെൻറ്റുകളാണ് എഴുതിയിരിക്കുന്നത്. അതിൽ സിങ്കും ഹൈഡ്രജനും കോപ്പറുമാണ് എഴുതിയത്. അതിൽ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ സിങ്കിന് റിഡക്ഷൻ നടത്താനുള്ള ടെൻഡൻസി കുറവും കോപ്പറിന് കമ്പാരിറ്റീവ്ലി റിഡക്ഷൻ നടത്താനുള്ള ടെൻഡൻസി കൂടുതലുമാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സിങ്കിന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലും കോപ്പറിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുമാണ്. സിങ്കിന് ഓക്സിഡേഷൻ നടത്താനുള്ള ടെൻഡൻസി കൂടുതലും കോപ്പറിന് റിഡക്ഷൻ നടത്താനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. അപ്പം നമുക്ക് നമ്മുടെ സെല്ലിലേക്ക് വരാം. നമ്മൾ ഈ ഗാൽവാനിക് സെല്ലിൻ്റെ 2 കമ്പാർട്ട്മെൻറ്റിൽ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിൽ സിങ്ക് റോഡാണ് എടുത്തേക്കുന്നത്. സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇനി എല്ലാവർക്കും അറിയാം, അയണൈസേഷൻ തിയറിയൊക്കെ നിങ്ങൾ പഠിച്ച ആൾക്കാരാണ്. ഒരു സൊല്യൂട്ട് ഒരു സോൾവെൻറ്റിലിട്ടാൽ, അതായത് ഒരു സൊല്യൂഷനിൽ അതിൻ്റെ സൊല്യൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് തന്മാത്രകളായിട്ടല്ല, മോളിക്യൂൾസ് ആയിട്ടല്ല, മറിച്ച് അയോൺസ് ആയിട്ടാണെന്ന് പഠിച്ചിരുന്നത്. നമ്മളിവിടെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ സിങ്ക് സൾഫേറ്റ് Zn2+ ഉണ്ടാവും, SO4 2- അയോൺസ് ഉണ്ടാവും. അപ്പുറത്തെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ Cu2+ അയോൺസ് ഉണ്ടാവും, SO4 2- അയോൺസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ഗാൽവാനിക് സെല്ലിൻ്റെ സ്ട്രക്ചറിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് റിയാക്ഷൻ നോക്കാം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ സിങ്കിന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. എന്താണ് ഓക്സിഡേഷൻ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. ഓക്സിഡേഷൻ ഈസ് എ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ. ഇനി ആർക്കെങ്കിലും ഓക്സിഡേഷനിൽ സംശയമുണ്ടെങ്കിൽ ഓക്സിഡേഷൻ എന്താണെന്ന് പഠിക്കണമെങ്കിൽ ഈ ജനറൽ ഇക്വേഷൻ ഓർത്ത് വെച്ചിരുന്നാൽ മതി. M gives Mn++ n ഇലക്ട്രോൺ. ഈ ലുക്കിൽ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ. നമ്മൾ നോക്കി, ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ മെറ്റലിനെയാണ്. മെറ്റൽ M gives Mn++ n ഇലക്ട്രോൺ. ഈ ഒരു ലുക്കിൽ എഴുതുന്നതിനാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. സംശയമുള്ളവർക്ക് ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. എക്സാമ്പിൾ സോഡിയം Na gives Na1++ 1 ഇലക്ട്രോൺ. ഇങ്ങനെ എഴുതുന്നതിനാണ് ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. Na gives Na1++ 1 ഇലക്ട്രോൺ. ഇതുപോലെ ഏത് എലമെന്റിന് നമുക്ക് ഓക്സിഡേഷൻ ഇക്വേഷൻ എഴുതാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഡൗട്ട് വരുമ്പോൾ റിഡക്ഷൻ എങ്ങനെയാണ് എഴുതുന്നത് അല്ലേ? റിഡക്ഷൻ നേരെ തിരിച്ചെഴുതിയാൽ മതി. ഈ എക്സാമ്പിൾ നേരെ തിരിച്ചെഴുതിയാൽ മതി. ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്യുന്നു. Mn++ n ഇലക്ട്രോൺ ഗീവ്സ് M. അപ്പോൾ ഈ 2 ഫോർമാറ്റ് ഓർത്ത് വെച്ചിരുന്നാൽ, അപ്പോൾ ഒരാളുടെ ഓക്സിഡേഷൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ഈ ഫോർമാറ്റിൽ, മറ്റൊരാളുടെ റിഡക്ഷൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ഈ ഫോർമാറ്റിലാണ് എഴുതുന്നത്. അപ്പോൾ നമുക്കിന്ന് സെല്ലിലേക്ക് വരാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ അടിസ്ഥാനത്തിൽ സിങ്ക് എന്ന് പറയുന്ന ആൾക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. അതായത് പുള്ളിക്ക് ഓക്സിഡേഷൻ നടത്താനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. അപ്പോൾ സിങ്ക് ഇവിടെ ഓക്സിഡേഷന് വിധേയമാകുന്ന ഇക്വേഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഹിയർ സിങ്ക് അണ്ടർഗോ ഓക്സിഡേഷൻ. Zn gives Zn2++ 2 ഇലക്ട്രോൺ. അപ്പോൾ ഈ സിങ്ക് Zn2++ 2 ഇലക്ട്രോൺ ആയിട്ട് മാറുമ്പോൾ Zn2+ എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്ന ആൾ ഈ സൊല്യൂഷനിലേക്ക് ഇറങ്ങും. Zn2+ ഈ സൊല്യൂഷനിലേക്കാണ് 2 ഇലക്ട്രോൺസ് ഈ കോപ്പർ വയർ കൂടി ഇങ്ങോട്ട് പാസ് ചെയ്യും. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസ് കോപ്പർ വയർ കൂടി ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് വോൾട്ട് മീറ്ററിലെ ഇൻഡിക്കേറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നു, ആ സൂചി ഡിഫ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ നമുക്ക് അവിടെ കറണ്ട് ഉണ്ടായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതല്ല, നമ്മളുടെ ഒരു ബൾബാണ് വെച്ചിരുന്നെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ ബൾബ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. അപ്പോൾ അവിടെ കറണ്ട് ഉണ്ടായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് നമ്മൾ അപ്പുറത്തെ റിയാക്ഷൻ കൂടി, രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിലെ റിയാക്ഷൻ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ സിങ്ക് റിലീസ് ചെയ്ത 2 ഇലക്ട്രോൺസ് ഇതുവഴി പാസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു. ഇവിടെ വന്നപ്പോൾ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ ആക്ച്വലി ഈ കമ്പാർട്ട്മെന്റിൽ 3 ആൾക്കാരാണ് ഉള്ളത്. ഒന്ന് കോപ്പർ ആറ്റം ഉണ്ട്. 2 സൊല്യൂഷനിലെ Cu2+ ഉണ്ട്, SO4 2- ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. Cu ആണോ Cu2+ ആണോ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ ചാൻസ് കൂടുതൽ? എല്ലാവർക്കും അറിയാം Cu2+ ആണ്. പോസിറ്റീവ് ചാർജുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇലക്ട്രോണിനെ പെട്ടെന്ന് ഗെയിൻ ചെയ്യാൻ ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്ന ആരായിരിക്കും? Cu2+ ആയിരിക്കും. അപ്പോൾ Cu2+ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ Cu2+ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. അപ്പോൾ ഈ ബോർഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഒരു റിയാക്ഷൻ സിങ്ക് Zn2+ ആയിട്ട് മാറി 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്തു. അതുപോലെ കോപ്പർ ആ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് കോപ്പറായിട്ട് മാറി, കോപ്പർ അയോൺ കോപ്പർ ആറ്റമായിട്ട് മാറി. അപ്പോൾ ഇവിടെ ഇടതുവശത്തെ കമ്പാർട്ട്മെന്റിൽ, ആദ്യം പറഞ്ഞ കമ്പാർട്ട്മെന്റിൽ ഓക്സിഡേഷനും രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിൽ റിഡക്ഷനും നടന്നു.
അങ്ങനെ റിഡക്ഷനും ഓക്സിഡേഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടന്നതുകൊണ്ട് ഇതിനെ മൊത്തത്തിൽ നമുക്കൊരു റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു, റിഡോക്സ് റിയാക്ഷൻ നടന്നപ്പോൾ ഇലക്ട്രോൺ ലെഫ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് റൈറ്റ് കമ്പാർട്ട്മെൻറ്റിലേക്ക് ഫ്ലോ ചെയ്തു പോയി. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോയെ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ റിഡോക്സ് റിയാക്ഷൻ നടന്ന് കറണ്ട് ഉണ്ടായത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് അഡീഷണൽ പറയാനുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. ആ പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഗാൽവനിക് സെല്ലാണ്. ഗാൽവനിക് സെൽ അല്ലെങ്കിൽ മറ്റൊരു പേരെന്തായിരുന്നു? രണ്ടാമത്തെ സയൻസിൻ്റെ പേര് മറന്നുപോയോ? ആ രണ്ടാമത്തെ സയൻസിൻ്റെ പേരിൽ അതിനെ വിളിക്കുന്ന പേര് വോൾട്ടൈക് സെൽ എന്നാണ്. ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടൈക് സെൽ. അപ്പോൾ ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടൈക് സെല്ലുകൾ നമ്മളിന്ന് ഇതിന് പൊതുവെ പറയുന്ന പേര് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നാണ്. ഇലക്ട്രോ കെമിക്കൽ സെൽ. അപ്പോൾ കോമൺലി നമ്മൾ അതിനെ പ്രത്യേകമായിട്ട് പറയാൻ ഉപയോഗിക്കുന്ന രണ്ട് പേരുകൾ ഗാൽവനിക് സെല്ലും വോൾട്ടൈക് സെല്ലുമാണ്. ഇനി ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ സെല്ലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സിങ്ക് കോപ്പർ സെല്ലിനെ കെമിസ്ട്രിയിൽ മറ്റൊരു പേരോട് വിളിക്കും. അതിന് ഡാനിയൽ സെൽ എന്നാണ് വിളിക്കുന്നത്. ഡാനിയൽ സെൽ. ചുരുക്കം പറഞ്ഞ രണ്ട് കോമൺ നെയിമും ഒരു സ്പെസിഫിക് നെയിമായി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സെല്ലിന്റെ രണ്ട് കോമൺ നെയിമും ഒരു സ്പെസിഫിക് നെയിമായി. ഡാനിയൽ സെല്ലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡാനിയൽ സെൽ ഈസ് ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ വിച്ച് കൺസിസ്റ്റ് ഓഫ് സിങ്ക് ആൻഡ് കോപ്പർ. ഇനി പഠിക്കാൻ എളുപ്പമുണ്ട്. ഈ ഗാൽവാനിക് സെൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഷോർട്ട് ഫോം ഓർമ്മ വെച്ചിരിക്കണം. ഷോർട്ട് ഫോം ഇതാണ്, ലോൺ എന്നാണ് ഷോർട്ട് ഫോം. ലോൺ, LOAN, ലോൺ. ഇപ്പോൾ ലോൺ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർക്കാൻ എളുപ്പമുണ്ട്. ലോൺ മീൻസ് L ലെഫ്റ്റ്, O ഓക്സിഡേഷൻ, A ആനോഡ്, N നെഗറ്റീവ്. ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. L ലെഫ്റ്റ്, O ഓക്സിഡേഷൻ, A ആനോഡ്, N നെഗറ്റീവ്. ഇപ്പം ഇടതുവശത്ത് വരയ്ക്കുന്നയാൾ ആനോഡ് ആയിരിക്കുമെന്നും അദ്ദേഹത്തിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ മാത്രമേ നടക്കുള്ളൂ എന്നും അദ്ദേഹമാണ് നെഗറ്റീവ് ടെർമിനൽ. അപ്പം പിന്നെ വലതുവശം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. വലതുവശം വേണമെന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? മനസ്സിൽ നിന്ന് പറഞ്ഞു നോക്കാം. ലെഫ്റ്റിന് റൈറ്റ് വരും, ഓക്സിഡേഷൻ റിഡക്ഷൻ, ആനോഡ് കാഥോഡ്, നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഇടതുവശത്ത് ലോൺ വന്നാൽ വലതുവശത്ത് RRCP വരും. നമുക്ക് നോക്കണ്ട, വലതുവശം പഠിച്ചാൽ മതി. അപ്പോൾ ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. ലെഫ്റ്റ് സൈഡിൽ വരുന്നയാൾ അയാളെ ആനോഡ് എന്ന് വിളിക്കും. അയാളാണ് നെഗറ്റീവ് ടെർമിനൽ. ആ ആനോഡായിട്ട് വരുന്നയാൾക്ക് എന്ത് സംഭവിക്കും? ഓക്സിഡേഷനെ സംഭവിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഈ സെല്ലിൽ ആരാണ് ആനോഡ്? സിങ്ക് ആണ് ആനോഡ്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സിങ്ക് കമ്പാർട്ട്മെന്റാണ് വരച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ കമ്പാർട്ട്മെന്റിൽ സിങ്ക് ആണ് ആനോഡ്. ഇപ്പുറത്തെ സൈഡിലോ കോപ്പർ കാഥോഡ്. അപ്പോൾ നമുക്കൊരു ഡാനിയൽ സെല്ലിൻ്റെ ഒരു കൃത്യമായ ഡെഫിനിഷൻ എങ്ങനെ പറയാം? ഡാനിയൽ സെൽ ഈസ് എ ഇലക്ട്രോകെമിക്കൽ സെൽ which consists of zinc anode and copper cathode. Zinc anode and copper cathode. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡാനിയൽ സെല്ലിൻ്റെ പിക്ചർ രണ്ട് കമ്പാർട്ട്മെന്റുകളായിട്ടാണ്. പിന്നെ ഇതിനകത്ത് ഒന്ന് രണ്ട് അഡീഷണൽ കാര്യങ്ങൾ പറയാനുള്ളത്. എങ്ങനെയാണ് ഇതിൽ നിന്നൊരു കണ്ടിന്യൂസ് കറണ്ട് കിട്ടുന്നത്, തുടർച്ചയായിട്ടുള്ള ഇലക്ട്രിസിറ്റി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചും, അതുപോലെ ഈ സെൽ എങ്ങനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യും, സെല്ലിൻ്റെ ഓവറോൾ റിയാക്ഷൻ എങ്ങനെ എടുക്കും, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്.